ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് PPF എന്താണെന്നും എങ്ങനെ ഈ PPF നമ്മുടെ വാഹനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുമാണ്. ഇതിനാദ്യം നമ്മൾ കാർ വൃത്തിയായി വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് റെഡിയാക്കും. അതിനുശേഷം ഇതുപോലെ PPF ഫിലിം കാറിൻ്റെ ഓരോ ഭാഗത്തും റാപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഡെമോയ്ക്ക് വേണ്ടി ഈ ഓൾട്ടോൻ്റെ ബോണറ്റിൻ്റെ നടുവിൽ മാത്രം PPF പേസ്റ്റ് ചെയ്യുന്നു. കണ്ടാൽ തന്നെ ആ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും PPF ഉള്ളതും ഇല്ലാത്തതും എവിടെയാണെന്ന്. ഈ കാണുന്നതാണ് നമ്മുടെ വില്ലന്മാർ. ആദ്യം നമ്മൾ ഈ കാണുന്ന മെറ്റൽ ബ്രഷ് വെച്ച് കുറച്ച് സ്ക്രാച്ച് ഉണ്ടാക്കാൻ പോകും. ഇതുപോലെയുള്ള സ്ക്രാച്ചുകൾ എല്ലാം വണ്ടി വെയിലത്ത് നിൽക്കുമ്പോൾ ബോഡി പാനലിലെ ഹീറ്റ് കൊണ്ട് തന്നെ ഹീലാവും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഉണ്ടാക്കിയ സ്ക്രാച്ചസ് എല്ലാം ഈ ബ്ലോറിൻ്റെ ഹീറ്റ് കൊണ്ട് തന്നെ ഇല്ലാണ്ടായി. അടുത്തത് ഈ കാണുന്ന കീയും പ്ലെയറും ഒക്കെ വെച്ച് നമുക്ക് കുറച്ച് സ്ക്രാച്ച് ഉണ്ടാക്കാം. അടുത്തതാണ് ഹെവി ഐറ്റം. ഈ കാണുന്ന കല്ല് വെച്ച് നമ്മൾ മാക്സിമം പണി കൊടുക്കാൻ പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ എത്രമാത്രം സ്ക്രാച്ച് നമ്മൾ ഉണ്ടാക്കിയെന്ന്. ഇതൊന്നും തന്നെ വണ്ടിയുടെ ബോഡിയിലുള്ള സ്റ്റോക്ക് പെയിൻറ്റിനെ തൊടില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്. മാത്രമല്ല ഈ ഫിലിം റിമൂവ് ചെയ്യുമ്പോഴും വണ്ടിയുടെ പെയിൻറ്റ് പീലായി വരികയുമില്ല. സെറാമിക് കോട്ടിങ്ങിനെ അപേക്ഷിച്ച് 5 മുതൽ 8 വർഷം വരെയാണ് PPFൻ്റെ ലൈഫ് പറയുന്നത്. മറ്റ് കോട്ടിങ്ങളെ പോലെ ഇതൊരു കോട്ടിംഗ് മാത്രമല്ല, മറിച്ച് ഇത് ബോഡിയുടെ മുകളിൽ ഒരു ആക്ച്വൽ പ്രൊട്ടക്റ്റീവ് ലെയർ കൂടിയാണ്. പല വണ്ടികളും ഷോറൂമിൽ നിന്ന് നേരെ വന്ന് PPF ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് റോഡിലേക്ക് പോലും ഇറക്കുന്നത്. അപ്പോൾ മറക്കണ്ട, പേര് ഒഡേഗ കാർ ഡീറ്റെയിലിംഗ് എക്സ്പെർട്സ്, നിയർ ബിസ്ബി ഹൈപ്പർ മാർക്കറ്റ്, മാങ്കാവ്, പാലക്കാട്.